ആ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അപ്പെക്സ് ടോക്കൻ്റെ ഫേസ് 2 പ്രോഗ്രാമിൽ നമുക്കിപ്പോൾ ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട് പുതിയ പ്ലാന്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൈഡിൽ പുതിയ പ്ലാൻ എങ്ങനെ ആക്റ്റീവ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫേസ് 1 നിന്ന് ഫേസ് 2 മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ഡെപ്പോസിറ്റ് വാലറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഡെപ്പോസിറ്റ് നൗ ഉണ്ട്. ആ ഡെപ്പോസിറ്റ് നൗവിൻ്റെ അകത്ത് നമുക്ക് BSC സ്കാൻ അഡ്രസ്സ് കിട്ടും. അപ്പോൾ അത് അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്യുക. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ടോക്കൺ നമുക്ക് അയക്കാൻ പറ്റും. സപ്പോസ് നമുക്ക് ട്രസ്റ്റ് വാലറ്റിൽ കിടക്കുന്ന ടോക്കൺ അയക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ലിസ്റ്റിൽ എക്സ്ചേഞ്ചിൽ ടോക്കണുകൾ കിടപ്പുണ്ട്. അവിടെ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ഫേസ് 2 ഐഡിയിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ നിന്നാണ് ഞാനിപ്പോൾ ഏകദേശം 15,000 ടോക്കൺ അയക്കാൻ പോകുന്നത്. 15,000 ടോക്കൺ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇപ്പോൾ കൺഫേം കൊടുക്കുക. അപ്പം ഏകദേശം പ്രോസസ്സിംഗ് ആണ്. ഇത് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ടോക്കൺ അവിടെ കയറുന്നതാണ്. ആ പ്ലാൻ ചെയ്യാൻ ഏകദേശം ഇത്രയും ടോക്കണാണ് വേണ്ടത്. ഇപ്പം ടോക്കൺ സെൻഡ് ആയിട്ടുണ്ട്, നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു, ഇത് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്കിനി നമ്മുടെ ഫേസ് 2 ഐഡിയിൽ കയറി നോക്കാം. ഫേസ് 2 ഐഡിയിൽ നമുക്കത് നമ്മുടെ ഡാഷ്ബോർഡ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് വാലറ്റിൽ ഏകദേശം ടോക്കൺ വന്ന് കാണാൻ പറ്റും. ഇത് ഏകദേശം 15,000 ടോക്കൺ വന്നിട്ടുണ്ട്. നമ്മളിനി ഇത് പ്ലാൻ എടുത്ത് ആക്റ്റീവ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് മന്ത്ലി നമുക്ക് ഏകദേശം 6% തൊട്ട് 15% വരെയാണ് നമ്മുടെ ഇത് കിട്ടുന്നത്, ഡിവിഡൻറ്റ് കിട്ടുന്നത്. മന്ത്ലി 6% തൊട്ട് 15% വരെ കിട്ടാം. അപ്പോൾ നമുക്ക് പ്ലാൻ എടുക്കുക. പ്ലാനിൻ്റെ അകത്ത് നമുക്ക് 15,000 കാണാൻ പറ്റും. പ്രത്യേകം ആക്ടിവേറ്റ് പ്ലാൻ 15,000. അതിൻ്റെ അകത്ത് ഡെപ്പോസിറ്റ് വാലറ്റ് വന്നിട്ടുണ്ട്, നമ്മൾ ബേൺ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്ലാൻ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് നിലവിൽ. ഇപ്പോൾ നമുക്കത് ബേൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ നമ്മുടെ കോയിൻ കാണാൻ പറ്റും. ഏകദേശം 1,56,000 സംതിങ് ടോക്കൺ നമുക്ക് സ്റ്റേക്കിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡെപ്പോസിറ്റ് വാലറ്റ് 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ROI നാളെ തൊട്ട് നമുക്ക് സെപ്പറേറ്റ് കയറാൻ തുടങ്ങും.